അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ശരിക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇത് ശരിക്കും നിങ്ങൾ ഉണ്ടാക്കിയിട്ടും ഉണ്ടാവില്ല, കഴിച്ചിട്ടും ഉണ്ടാവില്ല. ഇത് കണ്ടിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അത്രയ്ക്ക് രുചിയായിട്ടുള്ള മസാല രക്ഷയില്ല. ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട കേട്ടോ. മുരിങ്ങൻ്റെ ഇല കിട്ടിയാൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോഴും നമുക്ക് നേരെ വീഡിയോയിലോട്ടേ കിടക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം പറയാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ചമ്മന്തി തയ്യാറാക്കാനായിട്ട് വേണ്ടത് മുരിങ്ങൻ്റെ ഇല വേണം, വറ്റൽമുളക്, വെള്ളുള്ളി, അതുപോലെ വലിയുള്ളി. ഇനി നമുക്ക് വെള്ളുള്ളിൻ്റെ തൊലിയൊക്കെ ഒന്ന് പോക്കാം. അത് മുഴുവനായിട്ടൊന്നും വേണ്ട കേട്ടോ. ഒരു 4 അല്ലിയല്ലേ 5 അല്ലി അത്ര തന്നെ ധാരാളമാണ്. അതുപോലെ വലിയുള്ളി അതും മുഴുവനായിട്ട് വേണ്ട, 1/4 പകുതി മതി കേട്ടോ. വലുതായതുകൊണ്ട് അങ്ങനെ എടുത്തതാണ്. ചെറിയ വലിയുള്ളി ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് പിന്നെ അതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചെടുക്കാം. ചൂടായി കഴിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ മതി കേട്ടോ, എന്നാലല്ലേ നമ്മുടെ ആ ഒരു നാടൻ ഫ്ലേവർ കിട്ടുള്ളൂ. 2 ടീസ്പൂണാണ്. അപ്പോൾ 1 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് പിന്നെ വെള്ളുള്ളി അരിഞ്ഞ് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് വറ്റൽമുളക്. എരിവ് കൂടുതൽ വേണമെങ്കിൽ സാധാ വറ്റൽമുളക് എടുക്കുക, അല്ലെങ്കിൽ പിന്നെ കാശ്മീരിൻ്റെ മുളക് അങ്ങനെ എടുത്താൽ മതി. ഞാനിപ്പോൾ ഈ രണ്ടും കൂടെ പിന്നെ എടുത്തിട്ടുണ്ട്. എരിവുള്ളത് ഒരു 2 എണ്ണം, ബാക്കിയുള്ളൊരു 4-5 എണ്ണം പിന്നെ കാശ്മീരിയാണ് എടുത്തത്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില 2 തണ്ട് അതും കൂടെ ഇതിലോട്ടേക്ക് ഇട്ടിട്ട് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം വലിയുള്ളി കട്ട് ചെയ്ത് വെച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പുളി വേണം. നാടൻ പുളി ആയതുകൊണ്ട് ചെറിയൊരു പീസാണ് എടുത്തത്, കാരണം അത്രയ്ക്ക് പുളിയുണ്ട്. അപ്പം നോക്കി കണ്ടിട്ട് പുളിയൊക്കെ അങ്ങനെ എടുക്കുക, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച് മുരിങ്ങൻ്റെ ഇലയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. ഇത് അത്യാവശ്യം ഒരു കപ്പ് നിറയെ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ മുരിങ്ങൻ്റെ ഇല. ഇത് നമ്മുടെ കമ്പനിയിൽ അങ്ങനെ ഓഫീസിലുള്ളതാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ പറിച്ചുകൊണ്ടുവന്നപ്പോൾ ഫ്രഷോടെ കൂടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാം കൂടെ ശരിക്കും അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റി എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചൊന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം ആയിരിക്കണേ തേങ്ങ ചേർത്ത് കൊടുക്കാൻ. ഒരല്പം കായപ്പൊടിയും കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത് അത്ര ചൂടൊന്നും ഇല്ല കേട്ടോ, നേരിയ ചൂട് അങ്ങനെ ഉള്ളൂ. ചൂടോടെ കൂടിയിട്ട് അരച്ചെടുക്കരുത്. ഇത് നമുക്ക് അരച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച വേണമെങ്കിൽ നമുക്ക് പുറത്തല്ല ഫ്രിഡ്ജിൽ വേണമെങ്കിൽ എടുത്ത് വെക്കാം. അപ്പോൾ വിദേശ നാടുകളിലേക്കൊക്കെ മുരിങ്ങൻ്റെ ഇല അങ്ങനെ ചമ്മന്തി കൊടുത്തയക്കണമെങ്കിലോ കുട്ടികളെ ഹോസ്റ്റലിലേക്കൊക്കെ പിന്നെ കൊടുത്തയക്കണമെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്താൽ മതി. ചൂടോടെ കൂടി ചെയ്ത് ചൂട് തണിഞ്ഞതിന് ശേഷം എന്നിട്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ദാണ്ട ശരിക്കും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടേ. എൻ്റെ പൊന്നോ, രുചി ഒരു രക്ഷയില്ല കേട്ടോ. എമ്മാതിരി ടേസ്റ്റ് എന്ന് പറയുമോ, എന്ത് ഫ്ലേവറും എന്ത് ടേസ്റ്റും അറിയാം ഈ ഒരു ചമ്മന്തിക്ക്. ചോറിൻ്റെ കൂടെ ഒരു രക്ഷയില്ല. അത് ചോറ് ഏതായാലും കുഴപ്പമില്ല, പാലക്കാടൻ മട്ട ബസ്മതി അരി എന്തായാലും കുഴപ്പമില്ല കേട്ടോ, സംഭവം പൊളിയാണ്. അപ്പോൾ ഈ മുരിങ്ങൻ്റെ ഇല കിട്ടാത്ത നാടുകളിലൊക്കെ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തയച്ചാൽ മതി. ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം അരയ്ക്കുക, എന്നിട്ട് വീണ്ടും ചൂടണിഞ്ഞതിന് ശേഷം ഒന്ന് പാക്ക് ചെയ്തിട്ട് കൊടുത്തയക്കുകയാണെങ്കിൽ നേരെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക. നമുക്ക് 1 ആഴ്ച 2 ആഴ്ച ആറാംസെ നമുക്ക് എൻജോയ് ചെയ്തിട്ട് ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. അല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇട്ടിട്ട് കുഴച്ച് കഴിച്ചാലുണ്ടല്ലോ എൻ്റെ അല്ലോ, ഇത് ഞാൻ 101% നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഇവിടുത്തെ മുരിങ്ങൻ്റെ ഇല കുറച്ച് വലുതാണ്, നാട്ടിലത്തെ കുറച്ച് ചെറുതാണല്ലോ. നാട്ടിലത്തെ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് മറക്കല്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും വായിൽ വെള്ളം വരുന്നുണ്ടോ? ഇപ്പോൾ സംസാരിക്കുമ്പോൾ എനിക്ക് തന്നെ വായിൽ വെള്ളം വരുന്നു, അത്ര പൊളിയാണ്. അപ്പോൾ ബൈ ബൈ, അസ്സലാമു അലൈക്കും.